ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മുടെ പണികളൊക്കെ ധൃതിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേണ്. നാലടുപ്പിലും ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചേക്കണേണ്. അപ്പോൾ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അരിയിടാൻ വെള്ളത്തിയിടാൻ മറന്നുപോയി. അപ്പം ഇന്നും അത് കാരണം പുട്ട് തന്നെ. പിന്നെ ഞാൻ ഇന്നൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ ഭയങ്കര ഇഷ്ടമാണ് മോരുകറി. അപ്പം ഞാനപ്പോൾ എന്നാൽ ഒരു മാങ്ങയൊക്കെ എടുത്ത് പൊളിച്ചൊക്കെ കൊണ്ടിരിക്കണേണ്. മോരുകറി ഇഷ്ടമാണ്, പക്ഷേ ഈ പഴമാങ്ങ കഴിക്കില്ല. മോരുകറിക്ക് ആരല്ലേ പഴമാങ്ങ കഴിക്കാണ്ടിരിക്കുന്നത്? ബാക്കി ഞങ്ങളൊക്കെ കഴിക്കും, ചേട്ടനും അവനും കൂട്ടത്തില്ല. മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കണ ആ പണിയുടെ ഇടയിൽ കൂടി തന്നെ മാങ്ങയൊക്കെ റെഡിയാക്കിയെടുത്ത് കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉറവൊഴിക്കണ മോര് കൊണ്ട് നമ്മൾ മോര് കാച്ചിയാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചില തൈരൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു കെട്ട ചൊവയായിരിക്കും. അപ്പം കുറച്ച് ഞാൻ മോര് ഇവിടെ ഉറവൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കവറ് വേറെ മേടിച്ചിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി മധുരമുള്ള മാങ്ങയാണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ഞാൻ മോരുകറി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അവൻ വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഇങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പുട്ട് ഒരെണ്ണം വെക്കും. പിന്നെ കുറച്ച് നേരം മാങ്ങ റെഡിയാക്കി എടുക്കും. അപ്പോൾ അതോടെ രണ്ട് പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിന്നൊരു അച്ചിങ്ങയും പച്ചക്കായും മെഴുക്ക് വരട്ടി വെക്കണം. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു രാത്രി. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ഞാൻ ദേ കലത്തിലാണ് മോര് കാച്ചുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലം നമ്മൾ ഇടയ്ക്കലേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കും. എന്നിട്ട് ആ കലത്തിലൊഴിച്ചിട്ടേ കലമൊന്ന് കഴുകിയെടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത കലമായതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മാങ്ങ നല്ല പഴുത്തായതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടിക്കൊക്കെ പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ഞാൻ പുട്ടുമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്കിവിടെ നല്ല മഴയാണ് കേട്ടോ രാവിലെയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് പണിയൊക്കെ കുറച്ച് താമസിച്ചാണെല്ലാം.
പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ഭയങ്കര മഴയൊക്കെ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചങ്ങ് കിടന്നതാണ്. പിന്നെ അതേ ഞാൻ അച്ചിങ്ങ മെഴുക്ക് പുരട്ടിക്കൊക്കെ അരിഞ്ഞു വെക്കണേണ്. അപ്പം ഞാൻ അച്ചിങ്ങയും പച്ചക്കായൊക്കെ അരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെക്കും. അപ്പം സാധാരണ നമ്മൾ വെജിറ്റബിൾ അരിയണേക്കാട്ടും മുമ്പല്ലേ വെക്കുന്നത്. ഇത് ഞാനപ്പം അച്ചിങ്ങ നമുക്ക് ഇങ്ങനെ വലിയ പാത്രത്തിൽ വെക്കണ്ടേ, അപ്പോൾ അരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെറിയ പാത്രത്തിലൊക്കെ വെക്കാമല്ലോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിന് മുമ്പൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അച്ചിങ്ങ നല്ല നാടൻ. ചേട്ടൻ പുറത്തു പോയി വന്നപ്പോൾ അവർക്ക് കഴിക്കാൻ എന്തൊക്കെയോ കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ബേബികളാണെന്ന് ചേട്ടൻ്റെ വിചാരം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ മോര് കാച്ചാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഞാൻ പുളിയൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ ഉറവൊഴിച്ച് വെച്ചാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉറവൊഴിച്ച് വെച്ചാൽ മോര് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് എന്തായാലും. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഇരുന്നേച്ച കുറച്ച് മോര് കൊടുത്ത് വേറൊരു തൈരും കൂടി ചേർത്താണ് മോര് കാച്ചിയത്. അപ്പോൾ അരച്ചൊക്കെ ഞാൻ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വല്ല കറണ്ട് പോയാലോന്ന് വിചാരിച്ചിട്ടേ ഞാൻ പെട്ടെന്ന് തന്നെ അരച്ചൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എറണാകുളം സ്റ്റൈലുള്ള മോര് കാച്ചാണ്. ഇവിടെ മോര് കാച്ചുമ്പോൾ വെളുത്തുള്ളി അധികം ഇടും. പിന്നെ നമ്മൾ വറവിടുമ്പോൾ ഉള്ളി ഇടും, ചെറിയ ഉള്ളി ഇടും. പക്ഷെ എറണാകുളത്ത് നമ്മൾ വെറുതെ ഉലുവയും കടുകും ഉണക്കമുളകും വേപ്പിലയും മാത്രമേ ഇടുള്ളൂ. അപ്പം ഞാനിന്ന് ആ രീതിയിലാണ് മോര് കാച്ചിയത്. പിന്നെ കലത്തിൽ നമുക്ക് മോര് കാച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ പഴം മാങ്ങയൊക്കെ ഇട്ട് കാച്ചുമ്പോൾ. ഇപ്പോൾ നമ്മൾ വേറെ പാത്രത്തിൽ കാച്ചിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു വെച്ചാലും മതി. ഞാൻ പിന്നെ അതിൽ തന്നെ അങ്ങോട്ട് മോര് കാച്ചി അതിൽ തന്നെ നമ്മൾ പഴം മാങ്ങ വേവിച്ച്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചട്ടിയിൽ വെക്കുമ്പോൾ ഗ്യാസ് കൂടുതലാവും. കറി വെച്ചിട്ട് കലത്തിലൊഴിച്ച് വെച്ചാലും മതി. അങ്ങനെ മോരിൻ്റെ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് താളിക്കാനുള്ള പരിപാടിയാണ്. താളിച്ചിട്ട് വേണം നമുക്കിനി മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട്. മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ഞാൻ വെറുതെ രണ്ടും കൂടി കായും പച്ചക്കായും നമ്മുടെ അച്ചിങ്ങയും കൂടി വേവിച്ചിട്ട് ചെറിയ ഉള്ളിയില്ലേ അത് ചതച്ചിട്ടിട്ട് മുളക് പൊടി ഇട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് മെഴുക്ക് പുരട്ടി വെക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ഇവിടെയാണെങ്കിൽ പച്ചമുളക് ഇടത്തുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ പച്ചക്കായ മെഴുക്ക് വരട്ടിയും കൂടി കൂട്ടത്തിലങ്ങ് വെക്കുവാണ്. അപ്പോൾ ഇതിൽ വെറുതെ നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുള്ളൂ. ചതച്ച മുളകിട്ടാൽ അത് നല്ലതാണ്. അപ്പോൾ കുറച്ച് കൂന്തളൊക്കെ ചേട്ടൻ ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത്. വലിയ കൂന്തളായിരുന്നു. അപ്പം അവർ ക്ലീൻ ചെയ്ത് എന്താ പറയുക, അധികം ഇതിലാക്കി മുറിക്കൊന്നുമില്ലല്ലോ, സ്മോളാക്കി മുറിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒന്നും കൂടി കത്രിക കൊണ്ട് കുറേ അതിലോട്ട് നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് ഉപ്പ് ഇട്ടേച്ച് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കും. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു വേറെ ജോലി എന്താണെന്നൊക്കെ ചെയ്ത് പിന്നെ സവാളയൊക്കെ വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇത് കറി വെച്ച് ഇറക്കാറാകുമ്പോൾ മാത്രം നമ്മൾ പെരിഞ്ചീരകം ഇട്ടാൽ മതിയേ. അപ്പം അവനും കൂട്ടത്തില്ല കേട്ടോ, മോനെ ഒന്നും കൂട്ടത്തില്ല, കൂന്തളൊന്നും കഴിക്കില്ല. പിന്നെ അതേ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് കുഴച്ച് വെക്കാം. അപ്പം ഞാൻ കുറച്ച് കൂന്തളേ എടുത്തോളൂ കേട്ടോ, കുറച്ച് കൂന്തലെടുത്താണ് റെഡിയാക്കിയുള്ളൂ. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ ഐറ്റമാണ്. നമ്മുടെ മീൻ മുട്ട കൊണ്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഈ മീൻ മുട്ട നമ്മൾ വലിയ മീനൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ മേടിക്കാൻ കിട്ടും. കിലോക്ക് അങ്ങനെ എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, എത്രയോ പറഞ്ഞു കേട്ടൻ. അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ മുട്ടയെല്ലാം നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. ചിലവരിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ചെറുതാക്കി മീൻ മുറിക്കണം പോലെ എടുത്തിട്ട് വരഞ്ഞിട്ട് നമ്മുടെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെക്കും, എന്നിട്ട് വറക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യണതാണ് നല്ലത്. നമ്മളിതിങ്ങനെ അത് ഒന്ന് വരഞ്ഞ് അത് തുറന്നു കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ ഇത് മുഴുവൻ ഇതിലോട്ട് ഇങ്ങനെ ചിരണ്ടിയിടണം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ പാട ശരിക്കും ഒരു കട്ടിയുള്ള പാടയാണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാത്രമേ കിട്ടുള്ളൂ, അതിൻ്റെ മാംസം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ബാക്കി നമുക്ക് കളയാം. അതേ സമയത്ത് നമ്മൾ വറക്കാനാണെന്നുണ്ടെങ്കിൽ പാടയും കൂടി നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ. അതുകൊണ്ട് ഞാനെപ്പോഴും ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ചായി ഈ മീനിൻ്റെ മുട്ട കിട്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഇത് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തം ചെയ്ത് എടുത്തതാണ് ഇത്രയും. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇടേണ്ടത് ചെറിയ ഉള്ളിയില്ലേ, നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്
ചെറിയ ഉള്ളിയല്ലേ കൂടുതലെടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് എടുക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം പൊടി പൊടിയാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ഇടരുത് കേട്ടോ ഒരിക്കലും. എപ്പോഴും നമ്മൾ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ഇതാണ് ഇടേണ്ടത്. എന്നിട്ട് നമുക്കെല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇടാം, കുറച്ച് വേണമെങ്കിൽ മുളക് പൊടിയും കൂടി ഇടാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ വറക്കണമെങ്കിലും വറക്കാം. അപ്പോൾ ഇത് നല്ലൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇത് നമ്മുടെ മീൻകാരുടെ അടുത്തൊന്നും കാണത്തില്ല, ഇത് മാർക്കറ്റിൽ ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി അതിലോട്ട് നമ്മളിട്ട് കുറച്ച് വേപ്പിലയൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക്, പിന്നെ കുരുമുളക് കുറച്ച് ഇടാം. പച്ചമുളക് ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് കുരുമുളകും കൂടി ചേർക്കണം, നല്ലതാണ്. കുറച്ച് മുളക് പൊടി, ഇത്തിരി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി. പിന്നെ നമുക്ക് വറക്കാൻ നേരത്ത് പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇതാക്കേണ്ട കാര്യമില്ല കേട്ടോ, ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് കോരിയിടാം. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് ഇട്ട് അവിടെ അവിടെ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി എടുത്തത്. അപ്പോൾ അപ്പോൾ അത് നമ്മുടെ മീൻ മുട്ടയുടെയൊക്കെ ഞാൻ അതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം. ഇനി നമുക്ക് കുറച്ച് കൂന്തലുണ്ടാക്കണം. കൂന്തലുണ്ടാക്കാൻ ഞാൻ കുക്കറിലാണ് സാധാരണ പിന്നെ ഈ ഉള്ളിയൊക്കെ വഴറ്റാറ്. പക്ഷേ അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല, കുക്കറിലാവുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കാണത്തില്ലല്ലോ. അപ്പം ഇപ്പോൾ ഇതിൽ ഞാനിങ്ങനെ കാണിച്ചത്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയിട്ട് അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക, 2 പച്ചമുളക് ഇടുക. പിന്നെ നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ടതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒരു പേരിന് കുറച്ച് മുളക് പൊടി ഒന്ന് ഇട്ടാൽ മതി. മുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകം ഇപ്പോഴാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മുടെ പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് നോക്കി വേണം ചേർക്കാൻ, നമ്മൾ കൂന്തളിലൊക്കെ ആഡ് ചെയ്തതാണ്. എന്നിട്ട് നമ്മുടെ കൂന്തളും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് വെക്കുക, ഒരു 5 മിനിറ്റ് മതി. എന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇന്നലെ തന്നെ കുറേ റെഡിയാക്കി വെച്ചു. നമുക്കറിയാം കുറേ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെയൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ കുറച്ച് വിനാഗിരി ഇട്ടങ്ങ് അടിച്ചു വെച്ചാൽ മതി, വെള്ളം ചേർക്കാണ്ട്. അപ്പോൾ നല്ല കേടാവാണ്ടിരുന്നോളൂ.
പിന്നെ ഞാൻ മറന്നുപോയി പറയാനായിട്ട്, ഒരു തക്കാളി ചെറുതാക്കി അതും കൂടി അരിഞ്ഞിടണം കേട്ടോ. ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി. കുക്കറിൽ പിന്നെ നമ്മൾ ഇതിലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ചെറുതായിട്ട്. പിന്നെ കുക്കറിൽ നല്ലതായിട്ട് ഇത് റെഡിയായി കിട്ടും നമുക്ക്. അപ്പോൾ അതേ ഇപ്പോഴാണ് നമ്മൾ പെരിഞ്ജീരകം ചേർക്കേണ്ടത്. പുരട്ടി വെക്കുമ്പോൾ ചേർക്കില്ല, നമ്മൾ വഴറ്റണ സമയത്താണ് പെരിഞ്ജീരകം ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഇതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നില്ലേ കൂന്തൾ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതിലൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുക്കറിൽ നിന്ന് വെന്ത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചിലവർ അങ്ങനെ തന്നെ കഴിക്കും. പക്ഷേ ഞങ്ങളിവിടെ അത് എടുത്ത് പിന്നെ ഒന്നും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്യും. അപ്പോഴുള്ള കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുക്കറിലോട്ടൊക്കെ ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കണേണ്. ഇനി നമുക്ക് നമ്മുടെ മീൻ മുട്ടയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ മീൻ മുട്ട ഫ്രൈ ചെയ്യാൻ പോവാണേ. എന്നൊരു സ്പൂണിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടാൽ റെഡിയാവും. അപ്പോൾ ഞാൻ ഈ മീൻ മുട്ട 2 സൈസിൽ വറക്കുന്നുണ്ട്. അപ്പം ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് ഞാൻ കാണിക്കുന്ന ആ രീതിയാണ് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. ഇത് നമ്മൾ മുട്ട വറക്കണ പോലെ തന്നെ ഇങ്ങനെ ഇതാക്കി മറിച്ചിടുക, അങ്ങനെ എടുക്കും. അപ്പം തീ എപ്പോഴും സിമ്മിൽ വേണോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കണം എന്ന് പറയണം. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പൊടിയും കിട്ടുക.
അപ്പോൾ മെയിനായിട്ട് ചൂടോടെ കഴിക്കുകയും വേണം. അതാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂട് വേണം. ഇപ്പോൾ കുറച്ച് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയെടുക്കാഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് ധൃതിയായിപ്പോയി. ഇപ്പോൾ അതേ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കൂന്തൾ ഞാൻ പറഞ്ഞില്ലേ കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യണം. അങ്ങനെ ഞാനൊരു ചീനച്ചട്ടിയിലോട്ടെടുത്ത് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യുന്നവരെ കുറച്ച് വെള്ളം ഇങ്ങനെ നമുക്ക് അങ്ങോട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി മുട്ട നമ്മൾ നേരത്തെ മീൻ മുട്ട വേറെ സൈസിലല്ലോ വെച്ച്, ഇനിയിപ്പോൾ നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് ചുമ്മാ ചിക്കിയാൽ മതി. അത് നമ്മളിങ്ങനെ പരത്തി മുട്ട വറക്കണ പോലെ വെക്കണ്ട, ചുമ്മാ നമ്മളിങ്ങനെ ചിക്കി. അപ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ്